ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലൊരൽപ്പവുമില്ലെനിക്ക്, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 31 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായം അതിൻ്റെ 25 വരെയുള്ള വാക്യങ്ങളും നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്നും ആ 25-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ 25-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തുയത്ത സഭയ്ക്കുള്ള ദൂതിൽ അതിൻ്റെ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവരുടെ ചില നല്ല ഗുണങ്ങളെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ അവസാനം വരെയും മുറുകെ പിടിച്ചുകൊള്ളണം എന്നുള്ള ആശയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. ഇന്ന് നാം വിചിന്തനം ചെയ്യുവാൻ പോകുന്നത് വിശ്വാസികൾ കർത്താവിൻ്റെ വരവ് വരെ പിടിച്ചുകൊള്ളേണ്ട കാര്യങ്ങൾ മറ്റ് ചില വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതിനാധാരമായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 2-ാം വാക്യം പ്രാരംഭമായിട്ട് ഞാൻ വായിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളണം. അവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന്, നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം എന്നാണ്. പിന്നീട് നിങ്ങളെ രക്ഷിച്ചതായ ഈ സുവിശേഷം. അപ്പോൾ ഇത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. അതാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. പൗലോസ് വീണ്ടും പറയുന്നത്, ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കും. എന്താ അതിൻ്റെ അർത്ഥം? പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് സുവിശേഷം അറിയിച്ചിരിക്കുന്നത് പോലെ അവരും ഈ സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ സുവിശേഷത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളണം. രണ്ടാമത്തെ കാര്യം എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. നമുക്കറിയാം, ബൈബിളിൽ തന്നെ വിശ്വാസം ത്യജിച്ച് കളഞ്ഞ അനേകരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു.
വിശ്വാസം വിട്ടുഴന്ന് നടക്കുന്നവരെക്കുറിച്ച് ആണ് അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ആദ്യ വിശ്വാസം അത് അവസാനത്തോളം നാം മുറുകെ പിടിക്കണം. നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നമ്മെ തന്നെ പരിശോധിപ്പിനെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത്. നാം മുറുകെ പിടിച്ചുകൊള്ളണം. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നാണ്. അതിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. അപ്പോൾ ഈ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് അപ്പുറമായിട്ട് വേറെ ഒരു വിശ്വാസത്തിലേക്ക് നാം പൊയ്പോകരുത്. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കേണ്ടി വരും. അതിനെ ആധാരമാക്കി ജീവിക്കേണ്ടതും അതിനുവേണ്ടി പോരാടേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവരും ആയിരിക്കണമെന്ന് തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം നാം മുറുകെ പിടിച്ചുകൊള്ളണം. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കർ 2:15 നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ സഹോദരന്മാരെ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് 2 ലേഖനങ്ങളിലും, തീത്തോസിൻ്റെ ലേഖനത്തിലും 2 തെസ്സലോനിക്ക ലേഖനത്തിലും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അനേക വ്യാജോപദേശങ്ങൾ തന്നെ ദൈവവചനത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. അപ്പോൾ ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളണം എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ വായിക്കുന്നു, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. എബ്രായ ലേഖനം 3:6 നമ്മളത് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 10:23 നാം വായിക്കുന്നു, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോൾ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളണം. അപ്പോൾ ഇതാണ് നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അഞ്ചാമതായിട്ട് എബ്രായ ലേഖനം 4:14 നാം വായിക്കുന്നു, നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന്. അതിൻ്റെ എബ്രായ ലേഖനം 4:14 ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ നാം എന്താണ് സ്വീകരിച്ചിരിക്കുന്നത്? റോമാലേഖനം 10:9-10 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വാകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീതിക്കായിട്ട് വിശ്വസിക്കുകയും
രക്ഷയ്ക്കായിട്ട് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്ന് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വീകാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നാം സ്വീകരിച്ച ആ രക്ഷയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച ആ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളണം. അതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ട ചില സത്യങ്ങളാണ് നാം ഇതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2:25 നമ്മൾ അവിടെ വായിച്ചത്, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് നമുക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ കർത്താവ് മുറുകെ പിടിക്കേണ്ടിയ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ വീണ്ടും നമുക്കത് ഓർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വരും ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് നാം ആ പ്രമാണങ്ങളെ നാം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.